ഒരു മോശം ബോസ് എങ്ങനെയാണോ ഒരു എംപ്ലോയിയുടെ അടുത്ത് പെരുമാറുന്നത്, അതേപോലെ ആയിരിക്കും ചില സമയത്ത് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ ADHD ഉള്ള ആളുടെ തലച്ചോറ് അയാളോട് പെരുമാറുന്നത്. കേട്ടിട്ടുണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് കമൻറ്റുകളാണ്: നിങ്ങളെ പൊട്ടൻഷ്യൽ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ തന്നെ നമ്മളുടെ അല്ലെങ്കിൽ ADHD ഉള്ള ആൾ തന്നെ ആ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വേസ്റ്റ് ക്രിട്ടിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. 30 മിനിറ്റ് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ബ്രേക്ക് എടുക്കുക, റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുക. ആ റെസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. ഒരു ദിവസം മുഴുവനും വർക്ക് ചെയ്തിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. എന്നെപ്പോലെ ADHD ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒരു റാൻഡം ഫീലിംഗ് അല്ല. ദാറ്റ്സ് കോൾഡ് പ്രൊഡക്ടിവിറ്റി ഗിൽട്ട്. ഓരോ വ്യക്തിയുടെയും വർത്തിനെ, അയാളുടെ പ്രൊഡക്ടിവിറ്റിയും ഔട്ട്പുട്ടൊക്കെ കൂടുതൽ വാല്യൂ ചെയ്യുന്ന ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് അയാൾ എത്രത്തോളം വർത്താണ് എന്ന് നമ്മൾ പറയുന്നത് അയാളുടെ പ്രൊഡക്ടിവിറ്റി എത്രയാണ്, അയാൾ എത്രത്തോളം റിസൾട്ട്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. നൗ ഇതും ADHD ഉള്ള ആളുടെ ഒരു ബ്രെയിനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഓൾറെഡി ടൈം, ടാസ്ക് തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ ഇമോഷണൽ കൺട്രോളുമായിട്ട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരാളാണ് ഇതുപോലത്തെ ഒരു കൾച്ചറിൽ ജീവിക്കുന്നത്. ആൻഡ് ആ ഒരു കുറ്റബോധം ADHD ഉള്ള ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത് ഡബിൾ ആയിട്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ADHD ബ്രെയിൻസിന് പൊതുവെ ഡോപ്പമിൻ വളരെ കുറവായിരിക്കും. ഡോപ്പമിനാണ് നമുക്ക് മോട്ടിവേഷൻ, അതേപോലെ തന്നെ റിവാർഡിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് തരുന്നത്. അതായത് യെസ്, ഞാനത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള തരത്തിലുള്ള ഒരു ഫീലിംഗ് ഒക്കെ തരുന്നത് ഡോപ്പമിനാണ്. ആ ഡോപ്പമിൻ്റെ ഒരു പൊതുവെയുള്ള ലെവൽസ് ADHD ഉള്ള ആൾക്ക് വളരെ പൊതുവെ കുറവായിരിക്കും. പിന്നെയുള്ളതൊരു വർക്കിംഗ് മെമ്മറി പ്രോബ്ലമാണ്. ഇപ്പം ഒരു 3-4 കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചിലപ്പം ADHD ഉള്ളൊരു വ്യക്തി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അയാൾ അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത 4 കുറിച്ചല്ല, ഏതൊക്കെ കാര്യങ്ങൾ മിസ്സായി, ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലായിരിക്കും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും അയാളൊരു സ്ട്രഗിൾ ചെയ്യുന്നതും. ഇതിനാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി അംനീഷ്യ എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യമാണ്, ഇപ്പം നിങ്ങൾ എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു 10 കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ 10 കാര്യവും ചെയ്തിട്ടില്ല, ഒരു 8 കാര്യം, 7 കാര്യം അല്ലെങ്കിൽ 9 കാര്യമൊക്കെയാണ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് പറയുന്നത് നീ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ്, ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നാണ്. ഒരു മോശം ബോസ് എങ്ങനെയാണോ ഒരു എംപ്ലോയിയുടെ അടുത്ത് പെരുമാറുന്നത്, അതേപോലെ ആയിരിക്കും ചില സമയത്ത് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ ADHD ഉള്ള ആളുടെ തലച്ചോറ് അയാളോട് പെരുമാറുന്നത്. ഈ ഒരു ക്ലാസിക് കേസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ADHDയിൽ എപ്പോഴും കോമൺ ആണ്. പിന്നെയുള്ളത് ഇമോഷണൽ ഡിസ്റെഗുലേഷനാണ്. ഒരു ചെറിയ ഡിലേ വരുമ്പോഴത്തേക്ക് തന്നെ അത് ഡിലേ വന്നു എന്നുള്ളൊരു കുറ്റബോധം ഭയങ്കരമായിട്ട് കയറി വരും. പിന്നെ ആ ഒരു കുറ്റബോധത്തിൻ്റെ പുറത്ത് ഇങ്ങനെ മൗണ്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ഒന്നും ചെയ്യാതെ ഷട്ട് ഡൗൺ ആയി കിടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഗിൽട്ട് പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ADHD ഉള്ള ആൾക്ക് ഇങ്ങനെ പൊതുവെയുള്ള ഗിൽട്ട് ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ് ഇത് വരുന്നത്? സത്യം പറഞ്ഞാൽ ADHD ഉള്ളവർ പൊതുവെ കേട്ടിട്ടുണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് കമൻറ്റുകളാണ്: നിങ്ങളെ പൊട്ടൻഷ്യൽ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ടാലൻ്റൊക്കെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ അത് ഉപയോഗിക്കാതെ നടക്കുകയാണ് എന്നുള്ള കമൻറ്റ് മിക്ക ADHDേഴ്സും അവരുടെ ലൈഫിൽ മിനിമം ഒരു 4 തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള കമൻറ്റുകളൊന്നും ആക്ച്വലി ഒരു ADHDക്കാരനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ഓരോ സമയം കടന്നു പോകുമ്പോഴും ഇത് ശരിയാണ്, ഓക്കെ, ഇവർ പറയുന്ന പ്രൊഡക്ടിവിറ്റി ഇല്ലാതിരിക്കുന്ന, ടാലൻറ്റ് വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ശരിയാണെന്നുള്ള ധാരണയിൽ സ്വയം പണിഷ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇത് ശരിയാണെന്നുള്ള ധാരണയിൽ ജീവിക്കാൻ തുടങ്ങും. നമ്മൾ തന്നെ നമ്മളുടെ അല്ലെങ്കിൽ ADHD ഉള്ള ആൾ തന്നെ ആ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വേസ്റ്റ് ക്രിട്ടിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഒരു ഡേ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒന്നും ചെയ്യുമായിരിക്കില്ല. അവസാനം വൈകുന്നേരം ആകുമ്പോഴായിരിക്കും ഇതെല്ലാം കൂടെ ചെയ്യാനുണ്ട് എന്നുള്ള ബോധം വരുന്നതും രാത്രി വളരെ ലേറ്റായിട്ട് തന്നെ ഓവർ വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും. ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റബോധം തലയിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓവർ വർക്ക് ചെയ്യും രാത്രി. ഇനി എത്രയൊക്കെ തന്നെ ചെയ്താലും ഒന്നും ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു ഗിൽറ്റ്, ഞാൻ എല്ലാവരുടെയും പുറകിലാണ് എന്നുള്ള ഗിൽറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഒരു സൈക്കിള് കണ്ടിന്യൂസ്ലി ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൈക്കിള് നമുക്കിങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എന്നെ തന്നെ മടിയൻ എന്ന് വിളിക്കുന്നു. ഞാൻ മടിയനാണ് എന്നുള്ള ആ ഒരു വിളി എന്നെ തന്നെ വിളിക്കുന്നത് നിർത്തി. പകരം എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റാതെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഞാനിന്ന് ശ്രമിച്ചു, ദാറ്റ്സ് ഫോർ ദ ഡേ, ഇന്നത്തേക്ക് അത് മതി, ബാക്കി നാളെ ചെയ്യാം, സമയമുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് ഞാൻ എത്തി.
രണ്ടാമത്തത് നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ വലിയൊരു ടാസ്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാക്കിയിട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഇപ്പോൾ ഈ ഒരു വീഡിയോക്കുള്ള പ്രിപ്പറേഷൻ ഒരാഴ്ചയിൽ 3-4 ദിവസങ്ങളിലായിട്ടാണ് ഇതിൻ്റെ റിസർച്ചും അതിൻ്റെ ഒരു ക്രോഡീകരണമൊക്കെ നടക്കുന്നത്. ഇന്നലെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഇന്നാണ് ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നാളെ ഞായറാഴ്ചയായിരിക്കും എഡിറ്റ് ചെയ്തത് കംപ്ലീറ്റ് ഫൈനൽ ഔട്ട്പുട്ട് വീഡിയോ ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം. ഇമ്മീഡിയറ്റ്ലി എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് സംഭവം ഒറ്റയടിക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഇതിനെ ടാസ്ക് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് പല ടാസ്കുകളാക്കി പല ചെറിയ ചെറിയ കാര്യങ്ങളാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സമയമെടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്, വിച്ച് മേക്സ് മീ മോർ പ്രൊഡക്റ്റീവ്, ലിറ്റിൽ ബിറ്റ് മോർ പ്രൊഡക്റ്റീവ്. അതുപോലെ തന്നെ ഒരു ടൈമർ വെക്കുക. അപ്പം 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിലേക്ക് ജോലി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് എടുക്കണം എന്ന് തീരുമാനിക്കുക. അതിലൊരു ടൈമർ വെച്ച് 30 മിനിറ്റ് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ബ്രേക്ക് എടുക്കുക, റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുക. ആ റെസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതല്ലെങ്കിൽ തിരക്കാണ് ഇത് ചെയ്തിട്ട് നിൽക്കാൻ മാറി നിൽക്കുക, അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യുക. ഒരു പക്ഷേ എനിക്ക് അടുത്ത ആഴ്ച കംപ്ലീറ്റ് ചെയ്യേണ്ട ജോലിയായിരിക്കും, അല്ല അടുത്ത ആഴ്ച ചെയ്ത് തീർക്കേണ്ട കാര്യമായിരിക്കും. പക്ഷേ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ തീർക്കാതെ പറ്റില്ല എന്നുള്ള ഫേക്ക് ആയിട്ടുള്ളൊരു ഡെഡ് ലൈൻ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ ഡെഡ് ലൈൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ ഇപ്പം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന നമ്മുടെ തലച്ചോറിനെ ചെറുതായിട്ട് നമ്മളൊന്ന് പറ്റിക്കുകയാണ്. അങ്ങനെ പറ്റിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ആ കുറഞ്ഞ സമയമേ ഉള്ളൂ, അതായത് കുറച്ച് അർജൻറ്റ് ആണെന്നുള്ള തോട്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവും ആൻഡ് ചെയ്യാനുള്ള ജോലികൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കും. അത് മുഴുവനായിട്ട് ഇപ്പം നടക്കുന്നില്ലെങ്കിലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യും. എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളും കൂടെ നോട്ട് ഡൗൺ ചെയ്യും. അങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ എൻ്റെ വിജയങ്ങളൊക്കെ എനിക്ക് ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. പൊതുവേ എന്തൊരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ആഘോഷം, ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആവലാതിയാണ് ഉണ്ടാകുന്നത്. അതിന് പകരം ചെയ്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള ഒരു സന്തോഷം, അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടാകുന്നുണ്ട്. ADHD എന്ന് പറയുന്നത് അത് ലേസിനെസ് അല്ല, മടിയല്ല. ആക്ച്വലി അത് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ടാസ്ക് നമുക്ക് തുടങ്ങാനും അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുമുള്ള സ്ട്രഗിൾ എന്താണോ അതാണ് ADHD. ആൻഡ് ഓരോ വ്യക്തിയുടെയും വർത്ത് തീരുമാനിക്കുന്നത് അയാളുടെ പ്രൊഡക്ടിവിറ്റി അല്ല. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏൺ ചെയ്യേണ്ട കാര്യമില്ല. എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ ബോധിപ്പിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ സ്വയം ബോധിപ്പിച്ചതിന് ശേഷമോ നിങ്ങൾ ഏൺ ചെയ്തെടുക്കുന്നതല്ല റെസ്റ്റ്. ഓരോ വ്യക്തിക്കും നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ട്. അത് സ്വയം തിരിച്ചറിയാന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, ഇതെന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ടുള്ള ചില എക്സ്പീരിയൻസസ് ആണ്. നമ്മുടെയൊക്കെ ബ്രെയിൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കുറ്റം കൊണ്ട് നമ്മളെ സ്വയം പണിഷ് ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നിങ്ങളും ഇതുപോലത്തെ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. I'll see you next week, maybe a little more rested and a little less guilty.